ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 1 million sheets. പിന്നെ നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ആക്ച്വലി വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായതാണ്. പക്ഷെ ഓൾറെഡി വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലവേഴ്സിന് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്ന ഒരു ക്യാൻവാസ് ഡ്രോയിങ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അതിനൊന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ക്യാൻവാസാണ് സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളതൊന്ന് അൺറാപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 125 റുപ്പീസാണ്. ഇനി നമ്മുടെ ക്യാൻവാസിൽ നമുക്ക് വരയ്ക്കാനുള്ള പിക്ക് നമ്മൾ വരച്ചെടുക്കാം. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ വരച്ചിട്ട് അത് ട്രേസ് ചെയ്തെടുത്താലും മതി. ട്രേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്യാൻവാസിക്ക് എങ്ങനെ ട്രേസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം എങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ ഫുൾ ഇമേജ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടെഡി ബിയർ പോലത്തെ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ അയക്കാറില്ലേ നമ്മൾ വാട്സപ്പിൽ. അപ്പോൾ അതിലിതുപോലത്തെ 2 ക്യൂട്ടായിട്ടുള്ള 2 ടെഡി ബിയേഴ്സില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലുള്ള ഒരു സ്റ്റിക്കറാണ് ഞാൻ ഇന്ന് വരയ്ക്കണം കേട്ടോ. അപ്പോൾ 2 ഒരു വെള്ള ടെഡി ബിയറും പിന്നെ ഒരു ബ്രൗൺ ടെഡി ബിയറും ഉണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കണ പോലത്തെ ഒരു പിക്കാണിത്. അപ്പോൾ ഞാൻ അതാണ് ഇന്ന് വരയ്ക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ക് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല, ട്രേസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവാസിക്ക് ട്രേസ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇവിടെ വൈറ്റ് പെയിൻ്റാണ് ഇപ്പോൾ കൊടുത്തെടുക്കണേ. ഒരെണ്ണം വൈറ്റ് ടെഡി ബിയറാണ്. അപ്പോൾ വൈറ്റ് കളറുള്ള ഒരു വൈറ്റ് പെയിൻ്റാണ് ഞാൻ ആദ്യം കൊടുത്തെടുക്കണം. അപ്പോൾ എപ്പോഴും ക്യാൻവാസിൽ ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ബ്രഷ് കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ആ ബ്രഷിൻ്റെ സ്ട്രോക്സൊക്കെ വരുന്നത് കുറവായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റുകളൊക്കെയാണ് ഇഷ്ടം? ഇപ്പോൾ വാലന്റൈൻസ് ഡേക്ക് അല്ല, ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് തരുന്നതായാലും വാലന്റൈൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ വാലന്റൈൻ ഇല്ല എന്നുണ്ടെങ്കിലും വെറുതെ ഇമാജിൻ ചെയ്യാമല്ലോ ഉണ്ടെന്ന്. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഗിഫ്റ്റ് കിട്ടുന്നതാണ് ഇഷ്ടം എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയട്ടെ. എനിക്ക് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ക്യൂട്ടായിട്ടുള്ളൊരു ഞാൻ ഉദ്ദേശിച്ച പോലെ ലാസ്റ്റ് ഫൈനലോട്ട് വരുമെന്ന് അറിയില്ല. ഞാൻ ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വരുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ഗിഫ്റ്റ് കിട്ടാനാണ് ഇഷ്ടം എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ എന്താണെന്നൊക്കെ അറിയാമല്ലോ. നമ്മളിവിടെ ഓൾമോസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കവിളത്തൊരു ബ്ലഷൊക്കെ കൊടുത്തിട്ടുണ്ട് പിങ്ക് കളറിൽ. കവിളൊക്കെ ഇങ്ങനെ ചുവന്ന് തൊടുത്തിരിക്കണ പോലെ. പിന്നെ നമ്മൾ കണ്ണും അതൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ്. എല്ലാം ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഫുൾ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഔട്ട്ലൈൻ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ഭംഗി വരണം. കണ്ട നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഔട്ട്ലൈൻ ചെയ്തപ്പോഴാണ് കറക്റ്റ് ആ നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അപ്പുറത്തുള്ള ആ ഒരു ടെഡി ബെയറിനും കൂടി വരച്ചെടുക്കണം. അപ്പോൾ ആ ടെഡി ബെയറിൻ്റെ കളറ് ലൈറ്റ് ബ്രൗൺ ആണ്. അപ്പോൾ ഞാൻ അവിടെ ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ഇതുപോലെ ഫുള്ള് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂക്കിൻ്റെ പോർഷൻ മാത്രം കുറച്ചൊരു ക്രീം കളർ പോലത്തെ ഒരു കളറാണ്. അപ്പോൾ അതും കൊടുത്തെടുക്കാം. നെക്സ്റ്റ് അത് ഉണങ്ങിയിട്ട് വേണം നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ഒരു പച്ച കളറാണ് ഞാൻ അടിച്ചെടുക്കണം, കിളിപ്പച്ച കളർ. അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ള് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ബാക്കി ഫുള്ള് ഇതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് പച്ച കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതിന് ശേഷം ആ ബ്രൗൺ ടെഡി ബെയർക്ക് ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്തെടുക്കാം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയെടുക്കും. ഇപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ലുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടും അതുപോലെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. പിന്നെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റൊക്കെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയൊക്കെ വരച്ച്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. നമ്മുടെ പിക്ക് ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫൈനലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലോസ് ഉണ്ടാവും മുകളിൽ. അപ്പോൾ ഞാനിവിടെ വാർണിഷിൻ്റെ കുറച്ച് ലിക്വിഡ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് ഫുള്ള് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലെ ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതുപോലെയുള്ള സിമ്പിൾ ക്യൂട്ടായിട്ടുള്ള ക്യാൻവാസ് ഡ്രോയിങ്സ് ഒക്കെ വരച്ച് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.